السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹു അകറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ നാഥാ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. ഇന്നത്തെ മജ്ലിസ് വളരെ പ്രധാനപ്പെട്ട മജ്ലിസാണ്. കാരണം ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് അറഫാ ദിവസത്തിന്റെ രാവാണ്. അറഫാ ദിവസത്തിന്റെ രാവിൽ ഇബാദത്തുകൾ കൊണ്ട് ഒരാൾ മുഴുകിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമാണെന്ന് വരെ മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മുഴുവൻ പോരിശ ലഭിക്കാനും ഇന്നത്തെ പകലിന്റെ പോരിശ ലഭിക്കാനും അതുപോലെ തന്നെ ഇന്നത്തെ അറഫാ രാവിന്റെ പോരിശ ലഭിക്കാനും നമ്മൾക്ക് ദിക്ർ ദുആ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ മുമ്പായി നമ്മളെ മജ്ലിസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് എത്ര ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. അതിന്റെ ആൻസർ പല ഉമ്മമാരും കഴിയുന്ന രൂപത്തിലൊക്കെ കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭാര്യമാരുടെ പേര് ഞാനൊന്ന് പറയാം, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഒന്നാമത് സൗദാ ബീവിയാണ്. സൗദാ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. ഹഫ്സ ബീവി ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. സൈനബ ബീവി ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. ജുവൈരിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. സഫിയ ബീവി ജീവിച്ചിരിപ്പുണ്ട്. മൈമുന ബീവി ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ 9 ഭാര്യമാര് ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഹബീബായ തങ്ങൾ വഫാത്താകുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. നമുക്കൊക്കെ പരിചയായ റസൂലുള്ളാഹിന്റെ ഭാര്യയാണല്ലോ ആയിഷ ബീവി. ആയിഷ ബീവിയെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവൂല. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച ഒരു ഭാര്യയാണ് ആയിഷ ബീവി. ആ ആയിഷ ബീവിയുടെ പിതാവ് ആരായിരുന്നു? ആയിഷ ബീവിയുടെ പിതാവ് ആരായിരുന്നു എന്ന് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله ഇന്നത്തെ ദിവസത്തിന്റെ ഇന്നത്തെ രാവിന്റെ പോരിശ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾക്ക് ഒരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ കടങ്ങളും വീട്ടി തരണേ അല്ലാഹ്. എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സ്വലാത്തുൽ ഫാത്തിഹിൽ പങ്കെടുക്കുക. നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളെ കുടുംബക്കാരിലേക്ക്, നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മളെ മജ്ലിസ് ഷെയർ ചെയ്തു കൊടുക്കുകയും അവരോട് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد
الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ടെൻഷനുകളും നീ അകറ്റിത്തരണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ കടങ്ങളും നീ അകറ്റിത്തരണേ റബ്ബേ. ഈ ദുനിയാവിനെ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് പണം സമ്പത്ത് ആവശ്യമാണ്. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാ. അതിന്റെ പേരിൽ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ ഈ മജ്ലിസ് കൊണ്ട് അകറ്റിത്തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്റിൽ സുബ്ഹാനല്ലാഹ് തസ്ബീഹ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹംദ് ഉണ്ട്, അതുപോലെ തന്നെ തക്ബീർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചെല്ലുക. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ്. ആത്മീയമായ ലോകത്ത് ഒരുപാട് ഫലങ്ങൾ നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 അല്ലാഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു
illallah wallahu akbar subhanallahi walhamdulillahi wala ilaha 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 illallah wallahu akbar Allah subhanallahi walhamdulillahi wala ilaha illallah wallahu akbar subhanallahi walhamdulillahi wala ilaha illallah wallahu akbar subhanallahi walhamdulillahi wala ilaha illallah wallahu akbar കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ് എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ ദിക്ർ ഈ കാണുന്ന പാവപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് ഉപ്പമാര് ചൊല്ലിയതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ റഹ്മാനെ ജോലി ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന മറ്റൊരു ദിക്ർ വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്ർ മഹാനായ നബിതങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ നബിയുടെ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമുക്ക് ആത്മാർത്ഥമായി ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا
لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അല്ലാഹുവേ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ എവിടെയും പരാജയം നൽകല്ല അല്ലാഹ് തൊട്ടതെല്ലാം പൊന്നാക്കണേ റബ്ബേ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് മക്കളുടെ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് നൽകണേ അല്ലാഹ് മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി നല്ല വിദ്യാഭ്യാസം നൽകണേ റഹ്മാനെ ബുദ്ധി കൂർമ്മത നൽകണേ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് ഞങ്ങളെ കുടുംബങ്ങളിൽ ഐക്യം നൽകണേ റബ്ബേ മനസ്സമാധാനം നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പ്രയാസഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും ബുദ്ധിമുട്ടിന്റെ അവസരത്തിലൊക്കെ നമ്മളോട് ചൊല്ലാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഒരു ദിക്റാണ് ആത്മാർത്ഥമായി നമുക്ക് ചൊല്ലാൻ പ്രയാസങ്ങളൊക്കെ ആളുകൾ ആത്മാർത്ഥമായി ചൊല്ലുക നമ്മുടെ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അല്ലാഹു തൗഫീഖ് നൽകട്ടെ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله
ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സ്വീകരിക്കണേ റഹ്മാനെ. ഈ ദിക്റിന്റെ പ്രാർത്ഥനയോടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റിത്തരണേ അല്ലാ. ആയിരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെ മജ്‌ലിസിൽ കാണുന്നുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ. ഇതിന്റെ പോലിശ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇസ്മാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ആത്മാർത്ഥമായി നമുക്ക് ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ. 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 സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അള്ളാഹുവിനെ വിളിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും നല്ല മനസാന്നിധ്യത്തോടുകൂടെ അല്ലാഹ് എന്നുള്ള ചിന്ത മനസ്സിൽ കരുതി മാത്രം നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കുക. ഭൗതികമായ ഒരു ഉദ്ദേശവും വേണ്ട, ഭൗതികമായ ഒരു നേട്ടത്തിനുമല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ആഖിറ വിജയത്തിന് വേണ്ടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാ അല്ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. 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 അല്ലാ അല്ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ
إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله الله الله ما شاء الله لا قوة إلا بالله സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ പടച്ചവനെ, ഞങ്ങളെ മനസ്സിലെ എല്ലാ കറകളും നീക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്പം തഹ്ലീൽ ചൊല്ലാം. لا إله إلا الله 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 لا إله إلا الله. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ രാത്രിയൊക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക, നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനി നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതിലെ ന്യൂനതകൾ നീ പരിഹരിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ. വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗം മുഴുവനായി ശിഫയാക്കി കൊടുക്കണേ അല്ലാ. വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ്, ആത്മഹത്യയുടെ വക്കില് പോലും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് സഹോദരിമാര് സഹോദരന്മാര് നാട് വിടേണ്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ. കടങ്ങൾ കാരണം ദിവസങ്ങളായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞ എത്രയെത്ര സഹോദരിമാരാണ്. അവർക്ക് നീ കടത്തിൽ നിന്ന് മുക്തി നൽകണേ റബ്ബേ. അവരെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ല. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവാണ് നിന്റെ ഖജനാവെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിൽ നിന്ന് കടക്കാരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കല്ല. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകല്ല. സമ്പത്തില്ല എന്നതിന്റെ പേരിൽ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങളുടെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവർക്ക് വരുത്തല്ല റഹ്മാനെ. ഒരാളുടെ മുന്നിലും തല കുരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി കൊണ്ടല്ല, ഭക്ഷണത്തിൽ വിശാല നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, വീട് പണി തുടങ്ങിയ ആളുകൾക്കൊക്കെ നല്ല നിലക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ ഉദ്ദേശിച്ച വീട് നൽകല്ല, അതിനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കണല്ല. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഉപ്പമാരുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. മക്കളുടെ ജോലി ആവശ്യം ദുആ ചെയ്യാൻ പറഞ്ഞവര്, ഭർത്താവിന്റെ ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവര്, ഉപ്പമാർക്ക് ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ അല്ല. ഉദ്ദേശിച്ച നല്ല സാലറിയുള്ള ശമ്പളമുള്ള ജോലി കൊടുക്കല്ല. കിട്ടാനുള്ള ശമ്പളം എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു കൊടുക്കാൻ അവരുടെ മുതലാളിക്ക് മനസ്സ് കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഉള്ള മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബുദ്ധികൂർമ്മതയുള്ള മക്കളാക്കണേ അല്ലാ. തന്റെ ഇടമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെ മക്കളിലൂടെ കണ്ട് സന്തോഷിക്കാൻ, റാഹത്താവാൻ, അഭിമാനിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകല്ല, ഐക്യം നൽകല്ല, സമാധാനം നൽകല്ല, കുടുംബ ജീവിതത്തിൽ ഖൈർ നൽകല്ല. എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് പിണങ്ങി ജീവിക്കുന്നവർ ദുസ്വഭാവം കാരണം. അവർക്കൊക്കെ നല്ല മനസ്സ് നൽകല്ല, ഒരുമയുള്ള മനസ്സ് നൽകണേ അല്ല, ഐക്യമുള്ള മനസ്സ് നൽകണേ അല്ല, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ. സിഹർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാല തൗഫീഖ് നൽകണേ അല്ല. അതേ മദീനയിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനോടൊന്ന് സലാം പറയാൻ, റസൂലുള്ളാഹിന്റെ റൗളയൊന്ന് സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതേ മുത്തുനബിയെ ജീവിതത്തിൽ ഒന്ന് സ്വപ്നം കാണാൻ, റസൂലുള്ളാഹിനെ ഉണർവിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, പൈശാചികമായ എല്ലാ ശർറുകളെ തൊട്ട്, ഇബ്ലീസിന്റെ ഉപദ്രവങ്ങളെ തൊട്ട്, ജിന്നുബാധയെ തൊട്ട് കാക്കണേ അല്ലാ. പോക്കുവരവതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങള്, മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് മുഴുവനും നൽകണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ റബ്ബേ. അതേ ഞങ്ങൾക്കും ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഭാര്യ മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ റബ്ബേ, ജസ്റ്റിന്മാര്, അവരെ കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, ഞങ്ങളെ സുഹൃത്തുക്കളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്, ഭക്ഷണം നിന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തൊരു മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, ഞങ്ങളെ നാട്ടിലുള്ള ആളുകള്, പടച്ചവനെ സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകള്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും
ആഫത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഷോക്കേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മ തൂങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. നരകമോചനം നടത്തുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഒരിടം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, റാഹത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസ് കൊണ്ട് എല്ലാവർക്കും നീ ഉപകാരം നൽകണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാരുണ്ട്. അവർക്ക് നീ പ്രത്യേകം അനുഗ്രഹം നൽകണേ അല്ലാ. ഈ മജ്ലിസ് എന്നും കാണുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. റബ്ബേ, അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് കാവല് നൽകണേ അല്ലാ. ഞങ്ങളെ ഉച്ചക്ക് നടക്കുന്ന 1 മണിക്ക് നടക്കുന്ന ക്ലാസ് കേൾക്കുന്ന പാവപ്പെട്ടവരുണ്ട് അല്ലാ. ഞങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിനക്കറിയാം. എല്ലാം നീ റാഹത്തിലാക്കി തരണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കാര്യം ചെയ്യണമെന്നുള്ള ദിക്ർ, ദുആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഉച്ചക്കുള്ള 1 മണിക്കുള്ള ക്ലാസ്സിൽ ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അത് കേൾക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.